നവിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളിങ്ങനെ കാത്തിരിക്കുകയാണ്. നോക്കാരാന്ന്. ചെറുപ്പത്തിൽ എനിക്ക് കണ്ണനെ ഇഷ്ടമെന്നായിരുന്നല്ലോ നിന്റെ പരാതി. അതുകൊണ്ടാണല്ലോ നീ അവനെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. ഇപ്പോൾ നീ ഒരു അമ്മയായല്ലോ. നിനക്ക് അമ്മ എന്നുള്ള നിലയിൽ നീ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? എനിക്കൊരു മോനേ ഉള്ളൂ, വിലയിരുത്താനൊന്നുമില്ല. ഈ അമ്മ മകൾക്കൊരു പണി കൊടുത്തപ്പോൾ നിങ്ങൾ പറയിപ്പിച്ചായിരിക്കും. എനിക്കറിയാം അമ്മ ഒരു അക്ഷരം പറയാത്ത കക്ഷിയാന്ന്. എൻ്റെ അമ്മയുടെ ടെൻഷൻ പ്രേക്ഷകരുടെ അറിവിലേക്ക് ഈ അമ്മ എന്താ പറഞ്ഞു വെച്ചാൽ, ഈ നവ്യ എന്ന് പറയുന്ന ആള് ഈ കാണുന്ന പോലെ ഒന്നുമല്ല. ഇനം കാഞ്ഞ ഇനമാണ്. എന്താ കാരണം? അമ്മ എന്താ പറയണേ? വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം അനിയനെ ഉന്തിയിട്ട് കൊല്ലാൻ ശ്രമിച്ച ആളാണിത്. ലോകത്തോട് മുഴുവൻ അമ്മ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നവ്യ. ലോകത്തോട് മുഴുവൻ ഇതെന്റെ അമ്മയും അച്ഛനും തന്നെ അറിഞ്ഞത് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതുമ്പോഴാണ്. എന്തായാലും ഒരു കാര്യമുണ്ട്, ബുക്കിൽ എഴുതിയാൽ അത് വായിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ നവ്യയുടെ അമ്മ ഇപ്പോൾ ഒരു കാര്യം ചെയ്തിരിക്കണം, എല്ലാവരും കാണട്ടെ എന്നുള്ളത്. അത് ആരറിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഞാനത് ബുക്കിൽ എഴുതിയത്. ആ ഒരു പാകത വന്നു മനസ്സിനെന്നുള്ളപ്പോഴാണ് എഴുതിയത്. ഭയങ്കര കുശുമ്പിയായിരുന്നല്ലേ ചെറുപ്പത്തിൽ? കുശുമ്പിയായിരുന്നു. ആയിരുന്നല്ലേ? ഇപ്പൊ കുശുമ്പില്ലേ? കുറഞ്ഞു. അളവ് കുറഞ്ഞേ ഉള്ളൂ. അളവ് കുറഞ്ഞല്ലോ. കുശുമ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. സത്യം പറയാവൂന്ന് പറഞ്ഞില്ലേ ഒരു ടെസ്റ്റ്? തീർച്ചയായിട്ടും. അത് മാത്രമല്ല കുശുമ്പ് കുറഞ്ഞില്ല. കുശുമ്പ് എന്ന് പറഞ്ഞാല് ഇപ്പൊ പണ്ട് ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ മുല്ലപ്പൂ വയ്ക്കുമ്പോ എനിക്ക് ഇത്രേ ഉള്ളൂ അപ്പം മുടി. അപ്പൊ എനിക്ക് അമ്മയ്ക്ക് ഇപ്പൊ മുടിയുണ്ട്, അമ്മയ്ക്ക് നിറയെ മുടി ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും നീളത്തിലായിരിക്കുമല്ലോ പൂ ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക. അപ്പൊ അച്ഛന് മുല്ലപ്പൂ നല്ല ഇഷ്ടമായിരുന്നു. അപ്പൊ വാങ്ങിക്കൊണ്ട് വന്ന് കെട്ടി എനിക്കും അമ്മയ്ക്കും വെച്ച് തരും. അപ്പൊ എനിക്കിങ്ങനെ റാ ഷേപ്പിലാണ് വെച്ച് തരിക. കൊച്ചു പിള്ളേരൊക്കെ സ്ഥിരമായി വെക്കുന്നത്. അപ്പൊ എനിക്ക് അതുപോലെ എനിക്ക് അമ്മ ഇടണ പോലെ തന്നെ തൂക്കി ഇടണം. അപ്പൊ അമ്മയോടായിരുന്നു ആദ്യമൊക്കെ കുശുമ്പ്. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ കുശുമ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. അയ്യോ, ഇങ്ങനെ ഒന്നും പറഞ്ഞു കളയരുത്, അങ്ങനൊന്നുമില്ല. അല്ല, കുറച്ച് കുശുമ്പുണ്ടെങ്കിലേ കുറച്ച് വാശിയും വീറൊക്കെ വരുള്ളൂ നവ്യ. അത് മോശപ്പെട്ട സ്വഭാവമല്ല. ഒരു പക്ഷെ അടിവരയിടാൻ വേണ്ടിയിട്ട് വേറൊരാളും കൂടെ വരുന്നുണ്ട്. ഈ അമ്മ പറഞ്ഞ കാര്യത്തിൽ അടിവരയിടാൻ അച്ഛനൊന്നുമല്ല. ഒരു വയസ്സ് 1.5 വയസ്സാവണം. നല്ല സ്നേഹം അതേപോലെയായിരുന്നു. മോള് വലുതായി കഴിഞ്ഞ് മോൻ്റെ മേലെ ഞാൻ സ്നേഹമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു അവൻ്റെ മേലെ. കുഞ്ഞല്ലേ അതുകൊണ്ട്. അപ്പോൾ അവൾ സ്കൂൾ വിട്ട് വന്ന ഉടനെ ഞാൻ പാലെടുക്കാൻ പോയപ്പോൾ ഈ അരുകോലയിൽ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പാലെടുത്തിട്ട് വരുമ്പോഴേക്കും മോനപ്പോൾ ഞാൻ പാലും ബിസ്ക്കറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരമായിരുന്നു. അപ്പോൾ എൻ്റെ മേലെ സ്നേഹമില്ല, മോൻ്റെ മേലെ അത്ര സ്നേഹമില്ലേ, നിൽക്ക് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് പിടിച്ച് തള്ളിയിട്ടു. അത് റോസ്റ്ററിൻ്റെ മേലെ വീണു. ഇതാരാ ഈ സാധനം? ചേച്ചി പറഞ്ഞ പോലെ അല്ല സംഭവം. ഓ, നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ അതല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ദുർഗണ പരിഹാരശാലയിൽ പഠിപ്പിക്കാൻ പറ്റുന്ന ആളെയായിരുന്നത്. ആരും അറിഞ്ഞില്ലത്. എൻ്റെ വീട് അപ്പൂനെ കണ്ടപ്പോ ഞാൻ കുറെ കരഞ്ഞു. ആണോ? അതിലതുപോലെയാണല്ലോ സിനിമ. അനിയനോട് പറഞ്ഞോ? പിന്നെ കണ്ണാ, നിന്നെ ഞാൻ എന്തെല്ലാം തരത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട്. അവൻ എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു ചെറുപ്പത്തിലെ. അപ്പം അങ്ങനെയാണ് ആദ്യം അവനോടുള്ളൊരു അകൽ. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ വയറിന് ചുറ്റും അന്ന് ഈ കുട്ടികൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളത് 6 വയസ്സുകാരിയായി എനിക്ക് അറിയാൻ പാടില്ലായിരിക്കുമല്ലോ നാച്ചുറലി. അപ്പം അമ്മ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അമ്മയുടെ വയറ്റിന് ചുറ്റും ഞാൻ വിളക്ക് എത്തിച്ചിട്ട് ദിവസവും ഞാൻ വട്ടം കറങ്ങി പ്രാർത്ഥിക്കും, ഈശ്വര എനിക്കൊരു അനിയമ്മാവേ തരണേന്ന്. അങ്ങനെ മോനുണ്ടായി എന്നാണ് എൻ്റെ സങ്കല്പം. എൻ്റെ വിചാരം അങ്ങനെയാണ്. എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഒരു ഇങ്ങനെ ഈ വയറിന് ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു മകനായിട്ട് ജനിച്ച അവൻ്റെ അനിയനായത് എന്നാണ് എൻ്റെ വിചാരം. അത് ഭയങ്കര സ്നേഹമായിരുന്നു അവനോട്. എനിക്ക് ഒരു കുഞ്ഞായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ അവനൊരു 1.5 വയസ്സായപ്പോഴത്തേക്കും ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. അപ്പം ഈ മുടിയിൽ പിടിച്ച് വല്ലാതെ കറക്കും. അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു. അപ്പം ആ മുടി പിടിച്ച് ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഭിത്തിയിലിടിക്കും. ഒരു വയസ്സ് 1.25 വയസ്സുള്ളപ്പോഴേക്കും അമ്മയും അച്ഛനും ഞങ്ങളെ ഇട്ടിട്ട് എപ്പോഴും പോകും. കാരണം അച്ഛന് ജോലിയുണ്ട്, അമ്മയ്ക്കും ജോലിയുണ്ട്. അപ്പം മിക്കവാറും ദിവസങ്ങളിൽ എല്ലാ ഉദ്യോഗസ്ഥരുടെയും മക്കളെ പോലെ ഞങ്ങൾ രണ്ടാളും ആയിരിക്കും വീട്ടിലുണ്ടാവും. പിന്നെ അവർക്ക് എന്തെങ്കിലും കല്യാണം ഉണ്ടെങ്കിലും ഒക്കെ ഞങ്ങളായിരിക്കും വീട്ടിലുണ്ടാവും. അപ്പം ഒറ്റയ്ക്കുള്ളപ്പോഴൊക്കെ ആദ്യമൊക്കെ ഇവനെ പേടിപ്പിച്ചാൽ ചെറുതായിട്ട് മറ്റേ നാഗവല്ലിയായിട്ട് അഭിനയിച്ച് കാണിച്ച അവന് പേടിയാ. വിടമാട്ടേന്ന് പറഞ്ഞാൽ അന്ന് ചുമ്മാ ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞാൽ മതി, ഓക്കെ. അപ്പൊ അങ്ങനെ ഒക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോ അവന് ആ പേടിയും പോയി. പിന്നെ അവൻ വല്ലാതെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ എത്ര ഉപദ്രവിച്ചാലും ഞാൻ പരാതി പറയാൻ ചെല്ലുമ്പോ എൻ്റെ അമ്മ ആണെങ്കിലും അച്ഛനല്ല, എൻ്റെ അച്ഛനപ്പോ എനിക്കൊന്ന് വേറെ എവിടെയോ ജോലിയാ ആ സമയത്ത്. കുടുംബ ഫോട്ടോയാണ് എൻ്റെ അനിയൻ. അപ്പോൾ അമ്മ പിന്നെ സ്വാഭാവികമായിട്ട് അമ്മയ്ക്ക് അവരുടെ കുടുംബത്തിൽ തന്നെ 4 പെൺമക്കളാണ് അവർ. അപ്പോൾ പൊതുവേ
മക്കളോടൊരു ആൺകുട്ടികളോടൊരു പ്രത്യേക സ്നേഹവും കൂടിയാണ്. പക്ഷെ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ. പക്ഷെ അമ്മ ഇങ്ങനെ അവൻ ഉപദ്രവിച്ചാലും ഞാൻ പരാതി പറയുമ്പോൾ അത് സാരമില്ല, കുഞ്ഞിൻ്റെ കുറ്റമല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് വല്ലാത്ത ഹേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് കൂടിയാണ് അന്ന് അല്ല, ഞാൻ അരമതിലിൽ ചേച്ചി പറഞ്ഞ പോലെ അരമതിൽ ഇരുത്തിയിട്ട് നോക്കണേന്ന് പറഞ്ഞു പോകുന്നു. ഞാൻ കണക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ എന്റെ നോട്ട്ബുക്കിനകത്ത് ഇവൻ കുത്തി വരച്ചു. അപ്പൊ കുറേ നാളത്തെ എന്നിട്ട് ബുക്ക് എന്റെ പെൻ വാങ്ങിക്കാൻ നേരത്തേക്ക് മുടിയിൽ പിടിച്ച് മുടിയും വലിക്കാൻ തുടങ്ങി. എനിക്ക് ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ പിടിച്ചതല്ല. അങ്ങനെയാണ് ശരിക്കും സംഭവിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും രാധ ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. രാധ ചേച്ചി അതിന് ശേഷം എന്തോ വിഷം കഴിച്ച് ആത്മഹത്യ ശ്രമിച്ചു. അപ്പൊ എത്ര ഒരു മരണം, രണ്ടാമത്തെ മരണം, എത്ര മരണത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു നമ്മി പറയേണ്ടിയിരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ചേച്ചിയും കൊണ്ട് ആശുപത്രി പോകുമ്പോ വേലക്കാരി പിന്നെ വിഷം കഴിച്ചു, അച്ഛന്റെ മുഖത്തോട്ട് എല്ലാരും. എനിക്കിതൊന്നും അറിയില്ലല്ലോ, ഞാൻ സുഖമായിട്ട്. ഓ, വലിയൊരു കലാപാഠം അവിടെ അഴിച്ചുവിടാൻ ശ്രമിച്ചത്. പക്ഷെ അന്ന് രാത്രിയിൽ ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. അമ്മ അച്ഛനെ നോക്കിയോ? അതൊന്നും എനിക്ക് അറിയില്ലല്ലോ. ഇതൊക്കെ പിന്നീട് പറഞ്ഞു കേട്ട കാര്യങ്ങളാണ്. ആ സന്ദർഭങ്ങളിലൊന്നും ഞാൻ അവിടെ ഇല്ല. കാരണം എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അവര് പോയിരിക്കുക. കൊച്ചു കുഞ്ഞായതുകൊണ്ട് അവനെ എടുത്തോണ്ട് എല്ലാരും പോയി. ഞാൻ ഒറ്റയ്ക്ക് ആ വീട്ടില്, വാടക വീട്ടില് ഒറ്റയ്ക്ക് കിടന്ന് ഞാൻ എപ്പോഴോ കണ്ണു ഇനി എന്തെല്ലാം കേൾക്കേണ്ടി വരും എന്നുള്ള പേടിയിൽ അച്ഛനെന്തെങ്കിലും അത്യാഘാതം സംഭവിക്കായിരുന്നു. നന്നായി എല്ലാത്തിനും കൂടി ഞാൻ ഒറ്റയടിക്ക് ഉത്തരം പറഞ്ഞു.